എറണാകുളം മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന അഭിമന്യുവിനെ PFI ഭീകരർ കൊലപ്പെടുത്തിയ കേസിൽ സാക്ഷി വിസ്താരം ഏപ്രിൽ 5-ന് ആരംഭിക്കും. വിചാരണ നടപടികൾ സെപ്റ്റംബറിനകം പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നു. 2018 സെപ്റ്റംബറിൽ കുറ്റപത്രം സമർപ്പിച്ച കേസിൽ 16 പേരാണ് പ്രതികൾ. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും കിരൺകുമാർ ചേരുന്നു. കിരൺ, വിവരങ്ങൾ. ദുർഗ, 2018 ജൂലൈ 2-നായിരുന്നു SFI നേതാവായിട്ടുള്ള അഭിമന്യുവിനെ മഹാരാജാസ് കോളേജിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ആക്രമിക്കുകയും പിന്നീട് അദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്തിരുന്നത്. ഈ കേസിലെ സാക്ഷി വിസ്താരമാണ് ഏപ്രിൽ മാസം 5 മുതൽ ആരംഭിക്കാൻ നിൽക്കുന്നത്. ഏതായാലും വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഈ കേസിലെ വിചാരണ നടപടികളിലേക്ക് വീണ്ടും കടന്നിരിക്കുന്നത്. നേരത്തെ ഈ 2018 ജൂലൈയിലുണ്ടായിരുന്ന സംഭവത്തിന് ശേഷം 2018 സെപ്റ്റംബർ മാസത്തിൽ തന്നെ ഈ കേസിലെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നതാണ്. 1500 പേജുള്ള കുറ്റപത്രമായിരുന്നു അന്ന് സമർപ്പിച്ചിരുന്നത്. ഇതിൽ 16 പ്രതികളാണ് ഉണ്ടായിരുന്നത്. 2019 തന്നെ കേസിലെ പ്രാഥമിക വിചാരണ നടപടികളും ആരംഭിച്ചിരുന്നതാണ്. എന്നാൽ പിന്നീട് കോവിഡിനെ തുടർന്ന് ഈ വിചാരണ നടപടികൾ തടസ്സപ്പെടുകയും ചെയ്തിരുന്നു. അതിനുശേഷം പിന്നീട് ഈ കേസുമായി ബന്ധപ്പെട്ട പല നിർണായക രേഖകളും നഷ്ടപ്പെടുന്ന അടക്കമുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഈ രേഖകളെല്ലാം തന്നെ പുനഃസൃഷ്ടിച്ചുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും വിചാരണ നടപടികളിലേക്ക് കടക്കുന്നത്. ഈ കേസിലെ ഈ കുറ്റപത്രം, ഒപ്പം തന്നെ FIR, CRPC മൊഴികൾ തുടങ്ങിയ പല നിർണായക രേഖകളായിരുന്നു കോടതിയിൽ ഇരിക്കെ തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഈ രേഖകൾ നഷ്ടപ്പെട്ടതടക്കം പോലീസ് അറിയാതെ പോകുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായിരുന്നു. ഇതിന് ശേഷം ഏതായാലും പിന്നീട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടുകയും വീണ്ടും ഈ രേഖകളെല്ലാം തന്നെ പുനഃസൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം തന്നെയാണ് ഈ രേഖകൾ പുനഃസൃഷ്ടിച്ചിരിക്കുന്നത്. ഏതായാലും വിചാരണ നടപടികൾ ആരംഭിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളടക്കം പ്രതിഭാഗം ചൂണ്ടിക്കാണിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. പ്രതിഭാഗം ഈ രേഖകളുടെ ആധികാരികത സംബന്ധിച്ചുള്ള കാര്യങ്ങളിലേക്കടക്കം ചോദ്യങ്ങൾ ഉന്നയിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഏപ്രിൽ 5 മുതലാണ് ഈ കേസിൽ വിചാരണ നടപടികൾ ആരംഭിക്കുന്നത്. ആദ്യഘട്ടം എന്ന രീതിയിൽ തന്നെ സാക്ഷികളുടെ വിസ്താരമാണ് കേൾക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കിരൺകുമാർ.